ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു നമ്മളിതാ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചക്ക എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മളെങ്ങനെ അത് കേടുവരാതെ എടുത്തു വെക്കുക, പിന്നെ ഈ ചക്ക കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റുക, ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചക്ക കൊണ്ടുള്ള കുറച്ച് എന്താ പറയുക, ചക്ക കൊണ്ടുള്ള കുറച്ച് സ്നാക്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക കൂട്ടാൻ വെക്കാം, ചക്ക പൊരിക്കുക, പിന്നെ ചക്ക കുറച്ച് കാലം നമുക്ക് കേടുവരാതെ ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നത് മുന്നായിട്ട് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മളെ അടുക്കളൻ്റെ ഭാഗമാണ് കേട്ടോ, വീടിൻ്റെ പിറകുവശമാണ്. ഞാൻ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട് കാണാത്തവരൊക്കെ വീട് കാണണം. ഇത് നമുക്കൊന്ന് അലക്കാനുള്ളതാണ് കേട്ടോ, അത് വാഷിംഗ് മെഷീനിലിടണം. പിന്നെ ഇതാ നമ്മളെ ബാക്ക് വശമാണത്. പിന്നെ ആ കവർ ഇങ്ങനെ തൂങ്ങി നിൽക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പഞ്ചായത്തിലെ കവറുകൾ ഇടുന്ന ഒരു സഞ്ചിയാണ് കേട്ടോ. പിന്നെ ആട്ടുംകൂടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചക്ക മുറിച്ച് കഴിഞ്ഞാൽ ഈ വിളഞ്ഞിണ്ടല്ലോ, നമ്മൾ പറയും ഇതിന് വിളഞ്ഞിന്ന്, നിങ്ങളെന്താ പറയുക എന്ന് കമൻറ്റ് ഇടണേ. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാർ, ഇപ്പോഴാണല്ലോ മൈലാഞ്ചി ട്യൂബും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇത് വല്ല ഒരു മൺചട്ടിൻ്റെ പൊട്ടിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ എന്തിലെങ്കിലൊക്കെ ആക്കിയിട്ട് ഇത് ഉരുക്കിയതിൻ്റെ ശേഷം നമ്മൾ മൈലാഞ്ചി അരച്ചിട്ട് അമ്മിമ്മലിട്ട് അരച്ചതിന് ശേഷം അപ്പോൾ ആദ്യം ഇത് ഉരുക്കിയിട്ട് ഇതിങ്ങനെ ഒരു ചെറിയൊരു ഈർക്കിളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ പുള്ളിക്കുത്തിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ വിളഞ്ഞി കൊണ്ട്, അതായത് ഈ പശ കൊണ്ട്, ഈ ചക്കൻ്റെ ഈ പശ കൊണ്ട് പുള്ളിക്കുത്തിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ മൈലാഞ്ചി വാരി പൊത്തും. അപ്പോൾ ഈ ചക്കൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗമുള്ളതാണ് കേട്ടോ, എല്ലാ സംഭവവും ഉപയോഗമുള്ളതാണ്. ഒഴിവാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പച്ച ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം മാത്രം നമുക്ക് ഒഴിവാക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തു വെച്ചാൽ പണ്ട് കാലം, ഇപ്പം അരച്ചുണ്ടാക്കണില്ലേ, അമ്മിമ്മക്ക് പോകണം, ആരും പോകില്ല. പിന്നെ ഈ വിളഞ്ഞീറ്റിലൊക്കെ ഈച്ച കുടുങ്ങിയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പം ഈ കുടുങ്ങി കിടക്കുന്നത്. ഈച്ച കുടുങ്ങി ആ ഈച്ച പിന്നെ രക്ഷപ്പെടില്ല, നമുക്ക് അതിനെ രക്ഷപ്പെടുത്താം. ഇതാട്ടോ വെളഞ്ഞീറ്റിൽ ഈച്ച കുടുങ്ങിയെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇതിപ്പോൾ ഈച്ച തീ കുടുങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വിളഞ്ഞിയൊക്കെ നമ്മൾ മേത്താവണേന്, കൈമലൊക്കെ ആവണേന് ആദ്യം കുറച്ച് എണ്ണതാ ഇതുപോലൊരു പാത്രത്തിൽ എടുത്ത് വെക്കുക. എന്നിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ടിട്ട് നമ്മളെ കൈയിലൊക്കെ തേച്ചതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ വിളഞ്ഞി ഈ പശ നമ്മളെ കൈമേലൊന്നും ആവില്ല കേട്ടോ. അങ്ങനെ വൃത്തിയാക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ചക്കൊക്കെ നന്നാക്കി ആടുകൾക്കുള്ളത് വേറെയും നമ്മൾക്കുള്ള വേറെയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുണ്ട് നന്നാക്കി വെക്കാൻ. നമ്മളിങ്ങനെ നന്നാക്കിയിട്ട് കുരു കളഞ്ഞ് ഒക്കെ റെഡിയായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തുണ്ടാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഞാനൊക്കെ ഒന്ന് കുരു കളഞ്ഞെടുക്കുന്നുണ്ട്. കുരു വേറെയും ചുള വേറെയും ആക്കി വെക്കുകയാണ്. കുരു ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. ഇതുപോലൊരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് ആവശ്യമുള്ള ഏത് സമയത്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് അവിടെ നിന്നോളും. നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് പൊരിച്ചിട്ടോ കൂട്ടാൻ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. ഇതും അതുപോലെ തന്നെ ഒരു നല്ല നനവുണ്ടാവരുത് കേട്ടോ. ഇങ്ങനൊരു അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ ആവശ്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ചക്കൻ്റെ കുരുവിൻ്റെ കുപ്പായം എന്ന് പറയും, അതായത് നമ്മളിവിടെ പറയും ചക്കൻ്റെ പോണ്ടി എന്ന് പറയും. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ കുപ്പായങ്ങളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ആടുകൾക്കുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ആടിന് കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മൾ ഈ കൈമേൽ വെളിച്ചെണ്ണ ആക്കാനും വേണ്ടിയിട്ട് എടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ നമ്മൾ കത്തിമേൽ ഇതുപോലെ വെളിഞ്ഞി ആയിട്ടുണ്ടെങ്കിൽ, അതായത് ചക്കൻ്റെ കറ ആയിട്ടുണ്ടെങ്കിൽ
ഇതെങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഗ്യാസുമ്മൽ ഇതുപോലെ ഈ കത്തി ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഉരുകി വരും കേട്ടോ. അപ്പോൾ നമ്മളൊരു വേസ്റ്റ് തുണി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതാ ഈ കത്തിമെന്ന് ഇതുപോലെ നിങ്ങൾ പഠിച്ചെടുക്കുക. നമ്മളെ കത്തി ക്ലീനായി. ഇപ്പോൾ കത്തിമേലൊന്നുമില്ല, സാധനം ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ശീല ഇല്ലെങ്കിൽ ചകിരിത്തുപ്പുണ്ടല്ലോ, ചകിരിത്തുപ്പ് കൊണ്ട് ഇങ്ങനെ വലിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മളെ കത്തി നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിന് കറ കളയണ ഒരു ഇതുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ നമ്മളെ കത്തി ഇവിടെ ക്ലീനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരു കളഞ്ഞ് ചുള ക്ലീനാക്കി വെച്ചതിന് നമുക്കിതാ ചെറുതായി അരിഞ്ഞിട്ട് ലേശം ചക്കൻ്റെ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കിയാലോ. അങ്ങനെ നമ്മൾ ചക്കച്ചോള എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിന് വേണമെങ്കിൽ കൂട്ടിയാൽ മതി. ഞാൻ ലേശം ഇട്ടിരുന്നു, കാരണം ഇവിടുത്തെ കാശ്മീരി മുളകായതുകൊണ്ട് നല്ല എരിവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഒക്കെ അരിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചക്കക്കൂട്ടാനും ഉണ്ടാക്കണേ. അപ്പോൾ ഇന്ന് ചക്കപ്പൊരിയും ചക്കക്കൂട്ടാനും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചക്ക കൂട്ടാൻ വെക്കാനുള്ളതാണ് കേട്ടോ, കൂട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ചക്കക്കുരു തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു തൊലിച്ചെടുക്കാഞ്ഞാൽ അവർ പറയുമല്ലോ എന്നെയും കൂട്ടിയില്ലാന്ന്, ഞങ്ങളെയും കൂട്ടിയില്ലാന്ന് പറയുമല്ലോ. അപ്പോൾ അവരെയും കൂട്ടിയിട്ടാ. അപ്പോൾ ഇതാ നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ, കാരണം ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും, മഴ പെയ്തതിന് ശേഷമുള്ള ചക്കയല്ലേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്കറിലിട്ട് അടുപ്പത്ത് വെക്കാം. പിടിയിൽ കരിവേപ്പിൻ്റെ ഉണ്ടാ എന്നാ പോയാ ജമിലാത്താറുണ്ടാവും നീ. അപ്പം നമുക്ക് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. പറ്റൂല. അങ്ങനെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉപ്പിടൂല. ഉപ്പ് നമ്മളെന്താ ആവശ്യത്തിന് വെള്ളം കുടഞ്ഞു കൊടുക്കുക ചെയ്യുക കേട്ടോ. ചട്ടിയിലേക്ക് കുടഞ്ഞു കൊടുക്കുക ചെയ്യുക, എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക്. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് പൊരിച്ചെടുക്കട്ടോ. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് എന്നിട്ട് ഇതിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് എന്താ ഈ കളറെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആട്ടിയ കീട ഉണ്ടല്ലോ, ആ കീടനും കൂടി കുറച്ച് ഉൾപ്പെട്ടിട്ടാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് ഈ ഒരു കളറ്. അപ്പോൾ നമുക്കിത് നമ്മളെ ചക്ക അരിഞ്ഞ് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക ചെയ്യട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ കൂട്ടാൻ ഇത് അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചക്ക കൂട്ടാൻ ഉണ്ടോ, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൂമിച്ചൊഴിക്കണം കേട്ടോ. ഈ ചക്ക കൂട്ടാനും കഞ്ഞും മഴയും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാട്ടോ നമ്മളെ എന്താ പറയുക ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വാവ്.
ഇത് ഞാൻ ആയിഷമ്മോക്ക് ഓക്ക് പല്ല് പോയിനല്ലോ അപ്പം എന്നോട് പറയും എനിക്ക് കടിച്ചാനൊന്നും പറ്റൂല. അപ്പം വല്ലാതെ ക്രിസ്പി ആവണതിന് മുന്നേ എടുത്തതാണ് കേട്ടോ. നമുക്ക് ഇത് അടുത്തതൊക്കെ നമുക്ക് ഒന്ന് നെരിച്ചിട്ടെടുക്കാം. അത് ആയിഷമ്മോക്ക് പാത്തൊക്കെ കേട്ടോ. ചക്ക ചിപ്സ് അവിടെ ആയി വന്നപ്പോഴേക്കും നമ്മൾ ചക്ക കൂട്ടാനൊക്കെ തൂമിച്ച് ഒഴിച്ച് ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാനും വേണ്ടിയിട്ട് വിളമ്പി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചക്ക കൂട്ടാനായിരുന്നു. പിന്നെ മക്കളൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ കഴിക്കുന്നുള്ളൂ. പിന്നെ അനിയത്തിക്ക് ലേശം കൊടുത്തേക്കാനും വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ നന്നായി വെന്ത് നല്ല ടേസ്റ്റുള്ള കുരുവാണ് കേട്ടോ. ഇനി ആ കുരു കൊണ്ട് നമുക്ക് നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കണേ. അപ്പോൾ ഇതാ നമ്മളെ ചക്കപ്പൊരി, അതായത് ചക്ക ചിപ്സ്, ചക്ക കൂട്ടാൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് തിന്നാളില്ലല്ലോ, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മോന് വന്നിട്ടുണ്ട് ഇത് ടേസ്റ്റ് നോക്കാൻ. എന്നാൽ മോനോ ടേസ്റ്റ് നോക്കിയാ നിർത്തോ. നമ്മളെ മോന് ഇതാ മദർസിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മദർസിട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം തന്നെ കൊടുത്തത് ഇതാണ് കേട്ടോ. അവൻ്റെ കയ്യിൽ നമ്മളെ ചക്കപ്പൊരി ഒന്ന് ടേസ്റ്റ് നോക്കുന്നത്. ചക്ക കൂട്ടാൻ തിന്നത് തിന്നില്ല. അപ്പം ചക്കക്കൂട്ടാൻ മോന് തിന്നൂല, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മോൻ നോക്കില്ല. എന്നാൽ മോൻ ടേസ്റ്റൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് രസമുണ്ടെങ്കിൽ പറയണം കേട്ടോ മോനോ. രസമുണ്ടോ? രസമുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ചക്കയും ചക്കക്കൂട്ടാനും ചക്ക പൊരിച്ചതും ചക്കക്കുരും ഒക്കെ ആയിട്ട് ഇനി ഉണ്ടാക്കാനുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് സമയമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.